വാർത്തകൾ തുടരുന്നു. ചൂലൂർ കടലായി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം ഭക്തി നിർഭരം. രാവിലെ വിശേഷാൽ പൂജകൾ, ധാര, കലശാഭിഷേകം എന്നിവ നടത്തി. തുടർന്ന് പഞ്ചലോഹത്തിൽ നിർമ്മിച്ച പുതിയ തിടമ്പിന്റെ സമർപ്പണവും നടത്തി. വിശേഷാൽ പൂജകൾക്ക് ഗുരുപദം വിനോദ് ശാന്തി, ക്ഷേത്രം മേൽശാന്തി MS പ്രജീഷ് എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് ദീപാരാധന, ചതുർയാമ പൂജ, സംഗീത കൗസ്തുഭം, TS രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാന തരംഗിണി, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ശശികുമാർ നടുപ്പറമ്പിൽ, സെക്രട്ടറി സന്തോഷ് കുമാർ അരയമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ചളിങ്ങാട് ശ്രീ അഗസ്തേശ്വരപുരം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, ശീവേലി എഴുന്നള്ളിപ്പ്, കാഴ്ച ശീവേലി, ദീപാരാധന, വർണ്ണമഴ എന്നിവ നടന്നു. സാംസ്കാരിക രംഗത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നാക്രമണങ്ങൾക്കെതിരെ സ്പേസ് തൃപ്രയാറിന്റെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ കവി ഡോക്ടർ രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. സൗപർണിക തൃപ്രയാർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ MM നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ആ രഥോത്സവത്തിന്റെ ഭാഗമായി ഒരുപാട് ജനങ്ങൾ പല ഭാഗത്തു നിന്നായി വരും. ഇതിന് തനിക്കിഷ്ടമുള്ള ഏതെങ്കിലും വ്യക്തിയോട് ശാരീരിക ബന്ധം പുലർത്തി സന്താനോത്പാദനം നടത്താനായിട്ട് ദൈവങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം. അപ്പൊ ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഈ ഒരു ഐതിഹ്യം ഒരുപാട് കാലങ്ങൾ മുമ്പ് നിലനിന്നിരുന്നു എന്ന് പറയുന്ന ഈ ആചാരത്തെ കുറിച്ച് തന്റെ സൗപർണിക എന്നോട് പറയുകയാണ്, ഞാൻ ചുരുക്കുന്നു. അപ്പൊ ഇതുകൂടി പറയാം. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് കേട്ടറിവ് തന്റെ നോവലിൽ എഴുതിയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ വർഗീയ ശക്തികളുടെ ആക്രമണം നേരിടേണ്ടി വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എഴുതുന്നത് എന്താണെന്ന് ചുറ്റുമുള്ള ശക്തികൾ തീരുമാനിക്കുന്ന ഒരു കാലത്തേക്ക് എഴുത്തുകാരൻ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു. അപ്പൊ അതിനുള്ള ഒരു പ്രതിഷേധം നമ്മൾ അറിയിക്കുന്നത് തികച്ചും ന്യായമാണ്. സാന്ദർഭിക എന്റെ ഒരു കവിത. കാർഷിക രംഗത്ത് ഹരിതാപ ചൊരിഞ്ഞ് ജൈവ ചീരകൃഷി വിളവെടുപ്പ്. SNDP യോഗം കരയാമുട്ടം ശാഖയിലെ ശ്രീനാരായണ സ്മാരക മൈക്രോ ഫിനാൻസ് യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിളയിച്ച ജൈവ ചീരകൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. പരേതനായ മൂത്തെഴുത്ത് ശശിധരന്റെ 1.5 ഏക്കർ സ്ഥലത്ത് ചീര കൂടാതെ വെണ്ട, കയ്പ, പടവലം, മത്തൻ, പയർ മുതലായവയും വിളവെടുപ്പിന് പാകമായി വരുന്നു. SNDP യോഗം നാട്ടിക യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഹരിതതീരം കർഷക സംഘത്തിന്റെ കീഴിലാണ് ശ്രീനാരായണ സ്മാരക യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത്. ഹരിതപ്രഭ ചൊരിഞ്ഞ ജൈവ ചീരകൃഷിയുടെ വിളവെടുപ്പ് SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് നിർവഹിച്ചു. SNDP യോഗം കരയാമുട്ടം ശാഖാ സെക്രട്ടറി നരേന്ദ്രൻ തയ്യിൽ ആമുഖ പ്രഭാഷണം നടത്തി. SNDP യോഗം ബോർഡ് മെമ്പർ ജയന്തൻ പുത്തൂർ അധ്യക്ഷത വഹിച്ചു. ജിനൻ മാമ്പറമ്പത്ത് ആദ്യ വിൽപ്പന നടത്തി. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM അബ്ദുൽ ഗഫൂർ ഏറ്റുവാങ്ങി.
പഞ്ചായത്ത് അംഗം ഷെരീഫ് മാസ്റ്റർ, ശാഖാ പ്രസിഡന്റ് സുധീർ സിംഗ്, യമുന രവീന്ദ്രൻ, കരുണാകരൻ, രമി ജിനചന്ദ്രൻ, രാജേഷ് കാരയിൽ, രാജേഷ് വേളേക്കാട്ട് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരസഭാ കൗൺസിൽ ഹാളിലേക്ക് തെരുവുനായയെ തള്ളിവിട്ട സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കൊപ്രക്കളം ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിൽ കുടുംബസംഗമം നടത്തി. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയ്ക്ക് മുന്നോടിയായി കൊടിയേറ്റം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.